നമ്മളൊരു നാടൻ പഴംപൊരിയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ നാടൻ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഏകദേശം അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 1 കപ്പ് മൈദപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് പുട്ടുപൊടിയോ പത്തിരിപ്പൊടി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മധുരം കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി, നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒഴിച്ചത് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ പച്ചവെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് വെള്ളം ഒഴിക്കരുത്. ഞാൻ ആദ്യം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം കൂടുതൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ല, ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം ഒഴിച്ച് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ പഴം നമുക്കതിൽ മുക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ കുറച്ച് മധുരം കുറവായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് പ്രധാന ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്നും അരിയും കൂടി അരച്ച് വയ്ക്കുന്ന ദോശമാവുണ്ടല്ലോ, അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിന് പകരം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡയ്ക്ക് പകരമാണ് ഞാൻ ഇവിടെ ദോശമാവ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊന്ന് പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ദോശമാവ് ചേർത്ത് കൊടുത്തത്. ദോശമാവിന് പുളി കുറവാണ്. പുളി കൂടുതലാണെങ്കിൽ നമ്മുടെ പഴംപൊരിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ കൂടുതലൊന്നും ചേർക്കണ്ട, 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ദോശമാവും. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാൻ ഇവിടെ തുറന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ ഇവിടെ 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡയും ദോശമാവും ഒന്നും തന്നെ ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഴംപൊരി നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഴംപൊരിക്ക് ചെറിയൊരു നല്ല സോഫ്റ്റ്നെസ്സും നല്ല പൊങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, നമ്മളെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ നമ്മളൊരു പഴക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മാവ് അതിൽ മിക്സ് ആവുന്നില്ല എന്നാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒന്ന് നോക്കുക, എന്നിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം മാവ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പഴംപൊരി കിട്ടൂല, കട്ടിയാണെങ്കിൽ നല്ല പഴംപൊരി കിട്ടൂല. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നീളത്തിൽ മുറിക്കാം. ഞാൻ ഇവിടെ നേർപകുതിയായി മുറിച്ചിട്ടാണ് പിന്നെ കഷ്ണങ്ങളാക്കുന്നത്. തൊലിയോടുകൂടി മുറിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് മാത്രം തൊലി ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് നന്നായിട്ട് പഴുത്ത പഴമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പഴം ചെറിയൊരു പഴുപ്പ് കുറവാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് പഴം എത്ര സൈസ് വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു പഴം 6 കഷ്ണമായിട്ട് മുറിക്കുന്നുള്ളൂ. അപ്പോൾ 2 പഴം മാത്രമേ എടുക്കുന്നുള്ളൂ. 2 പഴത്തിനാണ് ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തത്. 1 കപ്പ് മൈദക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അപ്പോൾ നിങ്ങൾ 1.5 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം. നമ്മൾ ദോശമാവ് 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതി. കൂടുതൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുളിയൊക്കെ വരും നമ്മുടെ മൈദമാവിന്. അപ്പോൾ പഴമൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനി പഴംപൊരി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നമ്മൾ ഓരോ കഷ്ണമാക്കി വെച്ച പഴം എടുത്തിട്ട് നമ്മൾ ഈ മാവിലോട്ട് മുക്കിയിട്ട് നന്നായിട്ട് രണ്ട് സൈഡിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, രണ്ട് സൈഡും ഒന്ന് മറിച്ച് ഇട്ടിട്ട് മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം വെക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നമ്മുടെ പഴംപൊരി നന്നായി പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് എണ്ണ ആക്കി കൊടുക്കാം. എണ്ണ പുറത്തേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം, ദേഹത്തൊക്കെ വീണാൽ നന്നായിട്ട് പൊള്ളും. അപ്പോൾ അത് ആവാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് പഴംപൊരി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ആദ്യത്തെ സെറ്റ് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ എണ്ണ പലഹാരങ്ങളെന്ന് പറയുമ്പം തന്നെ എന്തായാലും എണ്ണയുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പഴംപൊരിയുടെ എണ്ണ പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ മറ്റിട്ട് കഴിഞ്ഞാൽ അധികം എണ്ണ ഉണ്ടാവില്ല. അപ്പോൾ ഇതങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള പഴംപൊരിയും കൂടി തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ പഴംപൊരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പൊങ്ങി നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ തന്നെ പഴംപൊരി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പഴം കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴം ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് കുറച്ച് പഴുപ്പ് കൂടിയ പഴമാണ്. അപ്പോൾ മോനൊക്കെ കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിലുള്ള പഴം എടുത്തത്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അകത്ത് നല്ല പഴുത്ത പഴമായതുകൊണ്ട് കുറച്ചൊരു വഴുവഴുപ്പുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ചേർത്തതുകൊണ്ട് പുറത്ത് നല്ല കറുമുറാന്നിരിക്കും. കാരണം അരിപ്പൊടി റവ ഒക്കെ ചേർക്കുന്നത് നല്ല കറുമുറാന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം എണ്ണ കുടിക്കുകയും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.